ഹലോ. രഞ്ജിത്തെ മോർണിംഗ്. ഞാൻ കാണുന്നുണ്ട് രഞ്ജിത്തെ, ഞാനിപ്പോൾ ഡെസ്കിൽ നിന്നാണ്, ലൈവിലാണ്. രഞ്ജിത്ത്, ദൃശ്യങ്ങൾ കാണാം. ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് ആ സ്ഥലം ഒന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാര്യങ്ങൾ ഇവര് മാക്സിമം ഇന്റർഫിയറൻസ് തന്നെയാണ്. നമ്മൾ എങ്ങനെ പണി തീർക്കുന്നത്? ഞാനിപ്പോ സതീഷ് എം എൽ എ വിളിക്കുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മള് എങ്ങനെയാണ് രഞ്ജിത്ത് അടക്കമുള്ള നമ്മൾ 25 പേരെ ഉള്ളിലേക്ക് കയറ്റി വിടണ്ട എന്നാണോ പോലീസ് ഓപ്പൺ ആയിട്ടാ പറയുന്നത്? ഈ പ്ലാനുകളെല്ലാം ഇവർ ഡെപ്യൂട്ടി കളക്ടറെ വിളിച്ച് പറഞ്ഞു ഈ കംപ്ലീറ്റ് തീരുമാനിക്കുന്ന കളക്ടറാണ് പവർ ഉള്ളത് SP യെക്കാളും. പക്ഷേ തീരുമാനിക്കുന്ന മൊത്തം ഈ വന്നപ്പോൾ തൊട്ട് ഈ പോലീസുകാർ കാണുന്നുണ്ടല്ലോ. ഇത് ഞാൻ കൂടുതൽ എന്താ പറയാ, നിങ്ങൾ കാണുന്നില്ല? വന്നപ്പോൾ തൊട്ട് തന്നെ കളക്ടർ. രഞ്ജിത്ത്, ഒരു സംശയം. ജില്ലാ കളക്ടർ ആയിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഒതുക്കി മൂല നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ 25 പേരുടെ ലിസ്റ്റ് കൊടുത്തിരുന്നല്ലോ. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണല്ലോ രഞ്ജിത്ത്. അത് പോലീസിനോട് പറഞ്ഞില്ലേ നമ്മൾ? ലിസ്റ്റ് കൊടുത്ത സാർ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ മരിച്ചാണ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാ. ഒരു കൂലിപ്പണിക്കാരാ. പൈസ പോലും ഒന്നും വേണ്ടാതെ സ്വന്തമായിട്ട് റൂം ചിലവെടുത്ത് അവരൊക്കെ ഒരുപാട് സഹായമായിരുന്നു. എനിക്കൊക്കെ ഒരുപാട് സഹായമായിരുന്നു. ഈ ടീമൊക്കെ വന്ന മുക്കത്ത് വന്ന ടീം, ഈ ഒരു കോഴിക്കോട് വന്ന ടീമൊക്കെ ഭയങ്കര സഹായമായിരുന്നു അവരെ വന്ന്. പിന്നെ 2 പേരെ എൻ്റെ കൂടെ 2 പേരെ ഇന്നലെ തടയത്തിലാന്ന് പറഞ്ഞ് വീണ്ടും വാക്ക് വന്നു. ഈ വാക്ക് പെട്ടെന്ന് മാറ്റുവാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് മാറ്റുവാണ്. ഇതുപോലെ മെഷീനുകളുടെ കാര്യം 4 മെഷീൻ തരും. 1 മണിക്കൂർ 2 പിൻവലിക്കും. ഇതാണ് നമ്മളായിട്ട് ഒരുമാതിരി. സാറേ, താഴുന്നതിനൊക്കെ പരിധിയുണ്ട് സാറേ. സംസാരിച്ചതും അവിടെയുള്ള പണിയാൻ വിടും സാറേ. എങ്ങനെ തുടങ്ങാൻ ഒരു വീഡിയോ വന്നിട്ടില്ല. രഞ്ജിത്ത്, ഒരു സംശയമുള്ളത്, ഇന്നലെ ഞാൻ അഭിഷേകുമായി സംസാരിച്ചു രാത്രിയിൽ. അപ്പോൾ അഭിഷേക് പറയുന്നത് ഇടതുഭാഗത്തിൽ ഇനി വലിയ സാധ്യതയില്ല, പക്ഷേ വലതുഭാഗത്തേക്ക് ഇന്നിപ്പോൾ കൂടുതൽ ഡൈവേഴ്സിനെ അവർ കൊണ്ടുവരുന്നുണ്ട്. നേവിയുടെ അവിടെ മെഷീൻ, കൂടുതൽ ശക്തയേറിയ മെഷീനുകളും ഡൈവേഴ്സ് ഒരിക്കലും അത് പോസിബിൾ അല്ല സാർ. ഇവർക്ക് വേണം സാർ അടിയിൽ നല്ല കറണ്ട്, നല്ല കുത്തൊഴുക്കാണ് സാറേ. കുത്തൊഴുക്കാണ് ഇവിടെ നേവിയുടെ. ഇപ്പോൾ 1 മുതൽ 7 ദിവസം പിന്നെ എന്താ നേവി കാണിച്ചത് ഇവിടെ? 1 മുതൽ 7 ദിവസം നേവി സാറേ. പിന്നെ സാറേ ആലോചിക്കും എന്താ കാണിച്ചത്? 1 മുതൽ 7, 8-ാം ദിവസം അവരെന്താ പിന്നെ കാണിച്ചത്? ഡൈവേഴ്സ് ഇല്ലായിരുന്നു അവർക്ക്. കുത്തൊഴുക്കുള്ള നദിയിൽ എന്താ കിട്ടുന്നത്? കടലിൽ വല്ലതും ചെന്നാൽ ചിലപ്പം ഇതിൻ്റെ പാർട്സ് കൊണ്ടൊക്കെ കിട്ടും. കൂടുതലും എല്ലാവരും അനുമാനിക്കുന്നത് ഈ ഇപ്പുറത്തെ ലാൻഡ് ഏരിയ തുടങ്ങാൻ അവിടെ ഡെബ്രിസ്, ഈ സെഡിമെന്റ്സ് വളരെ കുറവായിരുന്നു. പക്ഷേ വലതുവശത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. നമ്മുടെ സംശയമുള്ളത് വലതുഭാഗത്തല്ലേ? അതായത് ആ റിവർ ബെഡിനോട് ചേർന്നുള്ള ഭാഗത്തല്ലേ നമ്മൾ ഇനിയിപ്പോൾ തെരച്ചിൽ നോക്കുന്നത്? അതോ വലതുഭാഗത്ത് ആ കടയോട് ചേർന്നുള്ള ചതുപ്പ് നിലം പോലെ അവർ ഒരുപാട് പേര് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇവർ പെട്ടെന്ന് തന്നെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഒരുപാട് മണ്ണിട്ട് അങ്ങ് മൂടി നശിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഒരുപാട് സാർ നമ്മൾ മാക്സിമം കാര്യമില്ല. എങ്ങനെയെങ്കിലും നമ്മൾ അകത്തോട്ട് വിട്ടാലല്ലേ NDRF ഓഫീസർ കിടന്ന് വിളിക്കുകയാണ്. പുള്ളി കിടന്ന് ഫോണിൽ വിളിക്കുകയാണ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുക. അത്രയും കോപ്പറേഷൻ ഉള്ള NDRF മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ കോപ്പറേഷൻ ഉള്ള NDRFിന്റെ ഓഫീസർ അത് ഈ പോലീസുകാർക്ക് കൊടുത്താൽ പോലീസ് കേൾക്കുന്നില്ലേ രഞ്ജിത്ത്? NDRF പറഞ്ഞിട്ടും പോലീസ് ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ കളക്ടർ അനുസരിക്കുന്നില്ല ഇവർ. ജില്ലാ കളക്ടറെ വില കൽപ്പിക്കുന്നില്ല ഇവർ. പിന്നെ ഞാൻ എന്താ പറയുക സാറ്, ജില്ലാ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ എല്ലാം എൻ്റെ കോൾ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട് സാർ. ഇവരൊക്കെ വിളിക്കുമ്പോൾ കോൾ റെക്കോർഡിംഗ് ഇട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു കള്ളത്തരം ഇവർക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ കോൾ റെക്കോർഡിംഗ് ഫോണിൽ തന്നെ ഒന്നും നശിച്ചു പോകത്തില്ല. എങ്ങനെ പെരുമാറി എന്താ പറയുന്നത്? 1 മണി പോലീസ് വന്ന് ഇന്റർഫിയർ ചെയ്ത്. രഞ്ജിത്ത്, നമ്മൾ സതീഷ് MLA വിളിക്കുന്നുണ്ട്. സതീഷ് MLA എങ്ങനെ കയറാനുള്ള പോസിബിലിറ്റി ആണ് നോക്കാം. നമുക്ക് ഇന്നെങ്കിലും നമുക്ക് സെർച്ചിനുള്ള ആ ലാൻഡ് കരഭാഗം തന്നെ സാർ ചേർന്ന് നടക്കുന്നത്. അവിടെയെങ്കിലും നമുക്കൊന്ന് പോസിബിലിറ്റി മാക്സിമം. രഞ്ജിത്തിനെ എന്തായാലും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം. നമുക്ക് പോകുന്ന സതീഷ് സീലുമായിട്ടൊന്ന് സംസാരിക്കാം. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥരുമായി സാർ. എന്നെ ഒരു അസിസ്റ്റന്റ് വേണം. നമ്മളെ സാർ ഓപ്പണായിട്ട് പറഞ്ഞ ഡ്രില്ലിംഗ് നമുക്ക് ചെയ്താൽ പറ്റുള്ളൂ. നേവി ചെയ്യത്തില്ല സാറേ. കാരണം ഉറപ്പായ നേവി കുറ്റം പോലെ അടിയിൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ വലിച്ചെടുത്തോണ്ടെന്ന് വലിയ ഇതുപോലും. പക്ഷേ ഒരു സംശയം ഞാൻ പറഞ്ഞോട്ടെ രഞ്ജിത്തെ, ഡ്രില്ലിംഗ് മെഷീന്റെ കാര്യം ചോദിച്ചപ്പോൾ അവിടെ ഈ ജിയോളജിക്കൽ സർവേഫിനോട് ഒരു പ്രിക്വേഷൻ ഉണ്ട്. കാര്യം ഡ്രില്ലിംഗ് മെഷീൻ താഴേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വീണ്ടും ഫ്രജൈലായ ഒരു ഏരിയ ആയതുകൊണ്ട് ഒരു മണ്ണിടിച്ചിൽ വീണ്ടും അവർ ഭയക്കുന്നുണ്ട് ആ ഭാഗം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമോ ഡ്രില്ലിംഗ് മെഷീൻ വന്നാൽ? ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല സാർ. നമുക്ക് ബോറിംഗ് മെഷീൻ സാറേ. ഇത് എൻ്റെ വീഡിയോ ഇരിപ്പുണ്ട്. ഞാൻ ചെയ്ത വീഡിയോ ഇരിപ്പുണ്ട് സാറേ. എന്നെക്കാളും വലിയ ടണലില്ല, ഉത്തരാഖണ്ഡ് ടണലില്ലേ, അതിൻ്റെ നമ്മൾ ഹൊറിസോണ്ടൽ മാറ്റി വെർട്ടിക്കൽ ചെയ്യാൻ പറ്റും. ആ കുന്നിൻ്റെ പുറത്ത് വലിയൊരു മെഷീൻ കയറി ഡ്രില്ല് ചെയ്യുന്ന ഞാൻ എടുത്ത വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കാം സാർ. ഇതൊന്ന് കള്ളത്തരം പറഞ്ഞത് എവിഡൻസ് ഒന്നും കള്ളം പറയും. എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട് സാർ. ഇവരെല്ലാം ജിതിനെ കണ്ടത്. അതായത് നമുക്ക് മുകളിൽ നിന്ന് അല്പസമയത്തുള്ളൊരു ഉത്തരവ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം. അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആരും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അല്പസമയത്തുള്ളിൽ അസിസ്റ്റന്റ് കമ്മീഷണർ നയനയുമായിട്ട് ഒന്ന് സംസാരിക്കാം. ഒപ്പം ഈ MLA-യുമായിട്ടും ഞാൻ തീർച്ചയായിട്ടും നമുക്ക് ഇടപെടാം. രഞ്ജിത്ത് അവിടെ തുടരുക. നമുക്കൊന്ന് MLA-യുമായിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയും.